അനു നോട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടഡ് സൈക്കോളജിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹൂ ഡെവലപ്ഡ് കോൺസെപ്റ്റ് മാപ്പ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ആൻസർ ജോസഫ് ഡി നൊവാക്ക്. ജോസഫ് ഡി നൊവാക്ക് ആണ് കോൺസെപ്റ്റ് മാപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രേഷൻ ഓഫ് അസസ്മെൻറ്റ് ആൻഡ് ലേണിംഗ് ഒക്കേഴ്സ് ഇൻ ഡാഷ്. അപ്പോൾ അസസ്മെൻറ്റിൻ്റെയും ലേണിങ്ങിൻ്റെയും ഒരു ഇൻ്റഗ്രേഷൻ ഉണ്ടാവുന്നത് ഫോർമേറ്റീവ് അസസ്മെൻറ്റിലാണ്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നമുക്കറിയാം, ഫോർമേറ്റീവ് അസസ്മെൻറ്റും സമ്മേറ്റീവ് അസസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നടത്തുന്ന മൂല്യനിർണ്ണയമാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. സമ്മേറ്റീവ് അസസ്മെൻറ്റോ ടേം ആൻഡ് ഇവാലുവേഷനൊക്കെ സമ്മേറ്റീവ് അസസ്മെൻറ്റിലാണ് പെടുക. ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് അതിൻ്റെ അവസാനം നടത്തുന്ന മൂല്യനിർണ്ണയമാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റോൾ ഓഫ് എ ടീച്ചർ ഇൻ എ കൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂം. അപ്പോൾ ഒരു കൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂമിൽ ടീച്ചറിൻ്റെ റോൾ എന്താണ്? ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്. സ്റ്റുഡൻസിനാണ് ഇമ്പോർട്ടൻ്റ് റോൾ ഉള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ലേണിംഗ് റിക്വയേഴ്സ് ത്രൂ പ്രാക്ടീസ് ആൻഡ് റിവാർഡ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ്. ലേണിങ്ങിന് പ്രാക്ടീസും റിവാർഡും ആവശ്യമാണ് അല്ലേ? അപ്പോൾ അത് ആരുടെ തത്വമാണ്, ആരുടെ പ്രിൻസിപ്പിളാണ്? സ്കിന്നറിൻ്റെ പ്രിൻസിപ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു KCF 2007 ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് കുഡ് ബി സ്റ്റാർട്ടഡ് ഇൻ. KCF 2007 പ്രകാരം ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് തുടങ്ങുന്നത് ഏത് പ്രായത്താണ്? പ്രീ സ്കൂൾ സ്റ്റേജ് തൊട്ടിട്ടാണ്. അപ്പോൾ KCF 2007 പ്രകാരം ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് പ്രീ സ്കൂൾ തൊട്ടിട്ട് തന്നെ തുടങ്ങണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനാണ്, യൂസിങ് ബ്രെയിൻ സ്റ്റോം എഫക്റ്റീവ്ലി ഈസ് ഏത് അപ്രോച്ചിലാണ് ബ്രെയിൻ സ്റ്റോം നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക? ലേണർ സെൻറ്റേർഡ് അപ്രോച്ചിലാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, എ സ്ലോ ലേണർ ഹാസ്. അപ്പോൾ ഒരു സ്ലോ ലേണറിന് ഉണ്ടാവുന്ന ഇൻ്റലിജൻസ് ആവറേജ് ആണോ, ബിലോ ആവറേജ് ആണോ, അതോ മാക്സിമം ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ആണോ ഉണ്ടാവുക? അപ്പോൾ ഒരു പഠനത്തിൽ അല്ലേ സ്ലോ ലേണർ ആയിട്ടുള്ള ഒരാൾക്ക് ബിലോ ആവറേജ് ഇൻ്റലിജൻസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സ്കിൽ ഓഫ് നെഗോഷിയേഷൻ ഓഫ് എ ടീച്ചർ ക്യാൻ ബി യൂസ്ഫുൾ ഇൻ ഡാഷ്. ഏതിലാണ് സ്കിൽ ഓഫ് നെഗോഷിയേഷൻ യൂസ്ഫുൾ ആവുന്നത്? ക്ലാസ് റൂം മാനേജ്മെൻറ്റിലാണ്. അപ്പോൾ നല്ലൊരു ക്ലാസ് റൂം മാനേജ്മെൻറ്റിന് സ്കിൽ ഓഫ് നെഗോഷിയേഷൻ ആവശ്യമാണ് അല്ലെ? കൂടിയാലോചന നടത്തേണ്ടതുണ്ട് അല്ലെ? ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ കൂടിയാലോചന നടത്തി ഒരു സൊല്യൂഷനിലെത്താം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ദ വേർഡ് അഡോളസീർ ഈസ് ഫ്രം ഡാഷ് ലാംഗ്വേജ്. അഡോളസീർ എന്നുള്ള വേർഡ് ഏത് ലാംഗ്വേജിൽ നിന്ന് വന്നിട്ടുള്ള വേർഡാണ്? ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നും എടുത്തിട്ടുള്ള ടേമാണ് അഡോളസീർ എന്നുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, കണ്ടക്റ്റിംഗ് ടേം ആൻഡ് ഇവാലുവേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അപ്പോൾ ടേം ആൻഡ് ഇവാലുവേഷൻ എന്നുള്ളത് എന്തിനുള്ള എക്സാമ്പിളാണ്? സമ്മേറ്റീവ് അസസ്മെൻറ്റിനുള്ള എക്സാമ്പിളാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പാവ്ലോവ് കാൾഡ് ദ റെസ്പോൺസ് ടു ആൻ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് ആസ്. പാവ്ലോവ് ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസിനുള്ള റെസ്പോൺസിനെ വിളിച്ചിരുന്ന പേരാണ് കണ്ടീഷണൽ റിഫ്ലക്സ് എന്നുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ തിയറിസ്റ്റ് ഹൂ പ്രപ്പോസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ. പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്നുള്ള കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള തിയറിസ്റ്റ് ആരാ? ജോൺ ഡെവി ആണ്. അവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്കാണ്, ആൻസർ ജോൺ ഡെവി എന്നാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ADHD ക്യാൻ ബി പ്രോപ്പർലി ഡയഗ്നോസ്ഡ് ബൈ. ADHDനെ നമുക്ക് പ്രോപ്പറായി ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക എന്തുപയോഗിച്ചിട്ടാണ്? ബിഹേവിയർ റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഹൂ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ദ ടേം ലേണർ ഓട്ടോണമി. ലേണർ ഓട്ടോണമി എന്നുള്ള ടേമിൻ്റെ ഫാദറായിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്? ആൻസർ ഹെൻറി ഹൊലക്. ഹെൻറി ഹൊലക്കിനെയാണ് ലേണർ ഓട്ടോണമിയുടെ ഫാദർ എന്ന് പറയപ്പെടുന്നത്. ഹൂ പ്രപ്പോസ്ഡ് ദ ലോ ഓഫ് ഹെറിഡിറ്റി. ലോ ഓഫ് ഹെറിഡിറ്റി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ആരാ? ഗ്രിഗർ മെൻഡലാണ്. ഗ്രിഗർ മെൻഡലാണ് ലോ ഓഫ് ഹെറിഡിറ്റി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 3 ലോസ് ഇൻ ലോ ഓഫ് ഹെറിഡിറ്റി. ലോസ് ഓഫ് ഹെറിഡിറ്റിയിലെ 3 ലോ ഏതൊക്കെയാണ്? ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. അതുമായിട്ടുള്ള മറ്റു കോൺസെപ്റ്റുകളാണ് ലൈക്ക് ബിഗറ്റ്സ് ലൈക്ക്, ലോ ഓഫ് വാരിയേഷൻ, ലോ ഓഫ് റിഗ്രഷൻ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഈ ഒരു ടോപ്പിക് ലോ ഓഫ് ഹെറിഡിറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് വരും ക്ലാസ്സുകളിൽ ചെയ്യാം. ഇപ്പോൾ നമ്മളിതിൽ ഇത്രേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ.
അടുത്തൊരു കേട്ടറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ ടീച്ചിങ്ങിലെ മെത്തേഡും ടീച്ചിങ്ങിൻ്റെ മെത്തേഡുകൾ ടീച്ചിങ്ങിൻ്റെ അപ്രോച്ചുകൾ. അപ്പോൾ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടറ്റിൽ പഠിക്കാൻ. അപ്പോൾ അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. അല്ലെ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ രണ്ടെണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അല്ലെ ഇൻഡക്റ്റീവ് മെത്തേഡും ഉണ്ട് ഡിഡക്റ്റീവ് മെത്തേഡും ഉണ്ട്. അപ്പോൾ അതിൽ ഇൻഡക്റ്റീവ് മെത്തേഡിൽ പർട്ടിക്കുലർ ടു ജനറൽ ആണ്. ഇൻഡക്റ്റീവ് മെത്തേഡിൽ നമ്മളെങ്ങനെ കാര്യങ്ങൾ പഠിക്കുക, ആദ്യം പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് പഠിക്കുന്നു, എന്നിട്ട് ഒരു ജനറൽ ഐഡിയയിലോട്ട് എത്തുന്നു. ഡിഡക്റ്റീവ് മെത്തേഡ് ആണെങ്കിലോ ജനറൽ ടു പെർട്ടിക്കുലർ, അത് ഓർത്ത് വെക്കാൻ DGP എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇൻഡക്റ്റീവ് മെത്തേഡിൻ്റെ കിട്ടും. അടുത്തൊരു പോയിൻ്റാണ് ഡ്രോ പ്രോപ്പബിൾ കൺക്ലൂഷൻ. നമ്മളൊരു പ്രോപ്പബിൾ കൺക്ലൂഷനിലോട്ട് എത്തുന്നു. ഡിഡക്റ്റീവ് മെത്തേഡിലാണെങ്കിലോ സെർട്ടൈൻ റിയൽ കൺക്ലൂഷൻ. ഇൻഡക്റ്റീവ് മെത്തേഡ് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. ഡിഡക്റ്റീവ് മെത്തേഡോ മാത്സ് ലോജിക്കൽ റീസണിങ്ങിന് യൂസ് ചെയ്യുന്നു. ഇൻഡക്റ്റീവ് മെത്തേഡിൽ പ്രമിസസ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ കൺക്ലൂഷൻസും ട്രൂ ആവണമെന്നില്ല. പക്ഷേ ഡിഡക്റ്റീവ് മെത്തേഡിലാണെങ്കിലോ പ്രമിസസ് ട്രൂ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും കൺക്ലൂഷൻസും ട്രൂ ആയിരിക്കും. അടുത്തൊരു ടോപ്പിക്ക് അപ്രോച്ചസ് ടു ടീച്ചിങ്ങിനുള്ള അപ്രോച്ചുകൾ അല്ലെ 4 എണ്ണമാണ്. പ്രോസസ് അപ്രോച്ച് ഉണ്ട്, കോൺസെൻട്രിക് അപ്രോച്ച് ഉണ്ട്, പ്രോബ്ലം സോൾവിങ് അപ്രോച്ച്, പ്രൊഡക്റ്റ് അപ്രോച്ച്. പ്രോസസ് അപ്രോച്ച് എംഫസൈസ് ചെയ്യുന്നത് പ്രോസസ് ഓഫ് ലേണിങ്ങിനെയാണ്. കോൺസെൻട്രിക് അപ്രോച്ച് ബിൽഡ് അപ്പോൺ പ്രിയോർ നോളേജ് ഇൻ എ സ്പൈറൽ മാനർ. പ്രോബ്ലം സോൾവിങ് അപ്രോച്ചോ അത് പ്രോബ്ലം സോൾവിങ്ങിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പ്രൊഡക്റ്റ് അപ്രോച്ചോ അത് എൻഡ് പ്രൊഡക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഔട്ട്കത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി ക്ലാസ്സുകൾ നമ്മൾ അടുത്ത വരും വീഡിയോകളിലായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.